നമസ്കാരം. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ വീണ്ടും ഇടപെട്ടിരിക്കുകയാണ് ഗവർണർ. വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് റദ്ദാക്കാൻ ഗവർണർ വിസിക്ക് നിർദ്ദേശം നൽകി. സസ്പെൻഷൻ പിൻവലിച്ചതിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും വിസിയോട് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ സിദ്ധാർത്ഥന്റെ മരണം മുക്കാൻ നോക്കിയ പിണറായിക്ക് കാരണത്തേറ്റ അടിയാണ് ഗവർണറുടെ നീക്കമെന്ന് വ്യക്തമായി പറയാം. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ആസൂത്രിത ശ്രമം നടക്കുന്നതായി ആരോപിച്ചെത്തിയത് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് തന്നെയാണ്. സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് അതിന്റെ ഭാഗമാണെന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ജനരോഷം ശക്തമായിരുന്നപ്പോൾ കുടുംബത്തിന്റെ വാമൂടിക്കെട്ടാൻ ഇറക്കിയ പ്രഹസന തന്ത്രമായിരുന്നു CBI അന്വേഷണം എന്ന ഉത്തരവ്. എന്നാൽ അന്വേഷണം ആവശ്യപ്പെട്ട ഡൽഹിയിലേക്ക് കത്ത് പോലും പോയിട്ടില്ല. ഇപ്പോൾ സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്തത് തെളിവ് നശിപ്പിക്കാനാണോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. കേസിലെ ആരോപണ വിധേയനായ വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ MM മണി ഇടപെട്ടു. മുഖ്യമന്ത്രിയാണ് CBI അന്വേഷിക്കാമെന്ന് ഉറപ്പു നൽകിയത്. എന്നാൽ ഇപ്പോൾ നിയമോപദേശം പോലും തേടാതെയാണ് വിസിയുടെ നടപടിയെന്നും കേസ് അട്ടിമറിക്കാൻ വിസി കൂട്ടുനിൽക്കുന്നതായും ജയപ്രകാശ് ആരോപിക്കുന്നുണ്ട്. വിഷയത്തിൽ ഗവർണറെ സമീപിക്കും. CBI അന്വേഷണം മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ അന്വേഷണം തുടങ്ങിയിട്ടില്ല. ഡൽഹിയിലേക്ക് കത്ത് പോലും പോയിട്ടില്ലെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധവുമായി പോകും. ഈ ആഴ്ചക്കുള്ളിൽ പ്രതിഷേധം നടത്തുമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിക്കുന്നുണ്ട്. കുടുംബത്തിനെ വാമൂടിക്കെട്ടാൻ സർക്കാർ ഇറക്കിയ തന്ത്രമായിരുന്നു CBI അന്വേഷണ പ്രഖ്യാപനമെന്നും പറയുന്നു. ഞങ്ങൾ നിശബ്ദരായാൽ എല്ലാവരും നിശബ്ദരാകുമെന്ന് അവർക്കറിയാം. തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടുള്ള തീരുമാനമായിരുന്നു. എല്ലാം ഒന്ന് തണുപ്പിക്കാൻ സർക്കാർ ചെയ്തതാണ്. കുടുംബം പിന്നോട്ട് പോകില്ല. പ്രതിഷേധവുമായി ഏതറ്റം വരെയും പോകും. സിദ്ധാർത്ഥൻ മാസങ്ങളായി റാഗിങ്ങിന് ഇരയായിരുന്നതായി പറയുന്നു. SFIയുടെ സംസ്ഥാന തലവനടക്കം കോളേജിൽ ക്യാമ്പ് ചെയ്യാറുണ്ട്. ഇത്രയും ക്രൂരമായ സംഘടന ഇനി വേണോ? ആന്തരിക അവയവം മാത്രം മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ട്രെയിനിങ് കിട്ടിയവരാണ് ഉപദ്രവിക്കുന്നത്. ആന്റി റാഗിംഗ് റിപ്പോർട്ട് വന്നിട്ടും പോലീസ് അനങ്ങാത്തത് എന്താണ്? CBI അന്വേഷണമില്ല. തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നു. ഇനിയും വിട്ടുകൊടുക്കില്ല. കുടുംബത്തിലെ 3 പേരും മുഖ്യമന്ത്രിയുടെ വീടിന് മുൻപിൽ കിടക്കും. വലിയ പ്രതിഷേധം നടത്തുമെന്നും കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. CBI അന്വേഷണത്തിന് വിടാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി മാർച്ച് 9-ന് മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ശേഷം സിദ്ധാർത്ഥിന്റെ അച്ഛൻ വ്യക്തമാക്കിയിരുന്നു. എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുമെന്നറിയില്ല. SFIക്ക് എതിരായ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല. മകൻ മരിച്ചതല്ല കൊന്നതാണ് എന്ന് പറഞ്ഞു. ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചേർക്കണം. കേസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായ ശേഷം കോളേജ് തുറന്നാൽ മതിയെന്നും ജയപ്രകാശ് പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ജയപ്രകാശ് വ്യക്തമാക്കുകയും ചെയ്തു. തനിക്ക് വിശ്വാസമുണ്ടെന്നും മകന്റെ മരണത്തിലെ സംശയങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സിദ്ധാർത്ഥനെതിരായ ക്രൂര റാഗിങ്ങിലും ആൾക്കൂട്ട വിചാരണയിലും പൂക്കോട് വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് എതിരെയെടുത്ത നടപടി വിസി റദ്ദാക്കിയത്. ഇതോടെ ആരോപണ വിധേയർക്കെല്ലാം തുടർ പഠനത്തിന് അവസരമൊരുങ്ങും. സർവകലാശാലയുടെ ലോ ഓഫീസറിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമേ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ നടപടി റദ്ദാക്കാനാകൂ. എന്നാൽ സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ സ്വന്തക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനാണ് ധൃതി പിടിച്ചുള്ള തീരുമാനം. സിദ്ധാർത്ഥനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടിക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഈ പെൺകുട്ടിയെ സഹായിച്ച സഹപാഠിയായ പെൺകുട്ടിക്കെതിരെയും നടപടികളൊന്നുമില്ല. ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ ക്രൂരമർദ്ദനത്തിന് കുന്നിൻ മുകളിൽ വിധേയമാക്കിയതെന്നും റിപ്പോർട്ടുണ്ട്. ഈ പെൺകുട്ടിക്കെതിരെയും നടപടിയില്ല. ഇതിനിടെയാണ് 33 പേരെ തിരിച്ചെടുക്കുന്നത്. അതിനിടെ വിവാദത്തിലായ പെൺകുട്ടികളെ പൂക്കോട് നിന്നും മാറ്റി മറ്റൊരു വെറ്ററിനറി കോളേജിൽ പഠനാവസരം നൽകുന്നതിനും ആലോചനയുണ്ട്.
ഈ കുട്ടികൾക്ക് ഭരണത്തിലുള്ള സ്വാധീനമാണ് ഇതിന് കാരണം. ഇതോടൊപ്പം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ചിലരും ഇങ്ങനെ കോളേജ് മാറി പഠനം പൂർത്തിയാക്കി മൃഗചികിത്സയ്ക്ക് ഇറങ്ങാനാണ് തയ്യാറെടുക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കാൻ CBI ഇനിയും എത്തിയിട്ടില്ല. അന്വേഷണം കൈമാറിയ ഉത്തരവ് CBIക്ക് ഇനിയും കൊടുത്തിട്ടില്ലെന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിക്കുന്നത്. ഇതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. നന്ദി.